അതാണ് അതിന്റെ ഒരു സൂത്രം. അല്ലാതെ ബാക്കി ഒരു പാമ്പും അതാണ് ചെവിട് കേൾക്കൂല എന്ന് പറഞ്ഞത്. പിന്നെ പാമ്പ് പാല് കുടിക്കൂല, ദഹിക്കാൻ പറ്റൂല, അവർക്ക് ദഹിക്കില്ല. പാമ്പ് പാല് കുടിക്കും, പാമ്പ് എന്താ പറയാ വഴിപാടുകൾ തന്നെ ഉണ്ടല്ലോ. അത് ഒരു അതിലൂടെ ഞാൻ പോണേ, അതൊരു വിശ്വാസത്തിന്റെ ഭാഗം. അത് അങ്ങനെ തന്നെ തൊടുന്നില്ല. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടു വന്നാണ് നമ്മൾ ഇന്ത്യക്കാർ. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ആൾക്കാരിലുണ്ട്. മുമ്പ് നേരെ പോകുന്നത് ഒരു വൈദ്യന്റെ അടുത്തോട്ടായിരുന്നു, ഇപ്പൊ ഇതെല്ലാം മാറി. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനും ഡെത്ത് റേറ്റ് കുറഞ്ഞു. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ആകെ 43 പേരാണ് മരണപ്പെട്ടാണ്. അത് ഓൾ ഓവർ ഇന്ത്യയിൽ 50,000 പേര് പാമ്പടിയേറ്റ് മരിക്കുമ്പോൾ കേരളത്തില് 43 എത്തിയേക്കുന്നത് സർപ്പ എന്നൊരു സംവിധാനം തന്നെയാണ്. ആളുകളോട് ബോധവൽക്കരണം എത്തി. ഇപ്പോ ഉത്തരാകൊല കേസും പിന്നെ നമ്മുടെ ഇവിടെ വയനാട് ഒരു കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് പാമ്പ് പിടിച്ചത്, അതിനുശേഷം അല്ല ക്ലാസ്സിൻ്റെ അകത്തൊരു മാളത്തിൽ നിന്ന് വന്നിട്ട് പാമ്പ് പിടിച്ച് അതിനുശേഷമാണ് ഈ സർപ്പ സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഈ സർപ്പയുടെ വോളണ്ടിയർമാർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് സ്കൂളുകളിൽ, പിന്നെ കോളേജുകളിൽ, പിന്നെ റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ ആര് പറഞ്ഞാലും നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നു. അങ്ങനെ എവിടെ പോകണം, അതായത് ഒരു പാമ്പ് കടിയേറ്റ് എന്ത് ചെയ്യും, പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആൾക്കാരുടെ ബോധവൽക്കരണം നടത്തിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പറഞ്ഞ 43 എത്തിയെന്നുള്ളത്. നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി, ഇനി ആ പാമ്പിന്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും അമ്മയോ അച്ഛനോ ആരെങ്കിലും വന്നാലോ? അങ്ങനത്തെ ഒരു കുടുംബ ജീവിതം, ഫാമിലി ലൈഫ് പാമ്പുകൾക്കില്ല. അവരാകെ ആ 2 സമയങ്ങളിൽ, ഒന്ന് എണ്ണ ചേരുന്ന സമയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യണ സമയത്ത്, ആ സമയത്ത് മാത്രമേ ഇവിടെ വരുള്ളൂ. ബാക്കി സമയങ്ങളിൽ ഇവര് യാതൊരു ബന്ധമില്ല. നമ്മൾ പണ്ട് പറയില്ലേ, ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ട ബന്ധം പോലും ഇല്ല പറയില്ലേ, അങ്ങനെ ഇവർ ആ എണ്ണ ചേരുന്ന സമയത്ത് മാത്രമാണ് മെയില് ഫീമെയിൽ തമ്മിൽ ആ ഫെറമോൺ സെൻസ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ പോയി മുട്ടയിട്ട് കഴിഞ്ഞാൽ കൂടി പെൺപാമ്പുകൾ ചിലപ്പോൾ അവിടെ ചില കേസുകളിൽ ഇരിക്കാറുണ്ട്. ആൺപാമ്പ് അതിന്റെ വഴിക്കും, പെൺപാമ്പ് മുട്ട വിരിഞ്ഞ് കഴിയും, ചിലപ്പോൾ മുട്ടയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെൺപാമ്പ് പോകും. തന്നെയാണ് മുട്ട വിരിയുന്നത്. മുട്ട വിരിഞ്ഞാൽ ഇവർ പലതും പല വഴിക്കാണ്. ജനിച്ച അന്ന് മുതൽ അതും കൂടി പറഞ്ഞാൽ, ജനിച്ച അന്ന് മുതൽ എനിക്ക് പാമ്പുകൾക്ക് ഒറ്റയ്ക്ക് പോരാണ്, അവർക്ക് വിഷമുണ്ട്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷമുണ്ട്, കുഞ്ഞു പാമ്പുകൾക്കുണ്ട് നല്ല വിഷമുണ്ട്. അതായത് ഇപ്പൊ ചേരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേരയ്ക്ക് വിഷമില്ല, ചേരയ്ക്ക് വിഷമില്ല, നീർക്കോലി വിഷമില്ല, മലമ്പാമ്പിന്റെ വിഷമില്ല. മൂർഖനാണെങ്കിൽ വെള്ളിക്കെട്ടൻ, സോസ്കേൾഡ് വൈപ്പർ, അതൊക്കെ നല്ല വിഷമുള്ള പാമ്പുകളാണ്. ബിഗ് 4 എന്ന് പറയുന്നത് ഈ 4 പേരാണ്. ജനിച്ച അന്ന് പോലെ വിഷപ്പാമ്പുകൾ ഉണ്ടാവും. കാരണം അന്ന് പോലെ ഒരു ഇര തുടങ്ങണേ, അന്ന് പോലെ സ്വന്തമായിട്ട് ഇരതേരി തുടങ്ങി ആ വിഷം കടിച്ച് ഇരയെ കടിച്ച് കൊല്ലുന്നു, അതിനെ ഭക്ഷിക്കുന്നു. അന്ന് തുടങ്ങുന്ന പരിപാടിയാണ്. മിക്കവാറും വിചാരം ചെറിയ കുഞ്ഞു പാമ്പുകൾക്ക് വിഷമില്ലാന്ന്. എന്ത് പ്രശ്നം കൂടി എന്ന് വെച്ചാൽ വലിയ പാമ്പുകൾക്ക് ഇവരുടെ വെനം ഗ്ലാൻഡ്, അതായത് പല്ലിന്റെ പുറകിലാണ്, അതിന് പറഞ്ഞ കംപ്രസർ ഉണ്ട്. ആ കംപ്രസറാണ് ഈ വിഷം. അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വലിയ പാമ്പുകൾക്ക് അറിയാം. ഈ ചില വലിയ പാമ്പുകളുടെ കടിയിൽ മിക്കവാറും ചിലർക്ക് ഡ്രൈ ബൈറ്റ് വരാറുണ്ട്. എന്റെ വീട്ടിൽ എന്റെ ഉമ്മക്ക് കടിയിട്ടാണ്, അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. പിന്നെ പറഞ്ഞുതരാം, കടിക്കുന്ന സമയത്ത് എത്ര ഇഞ്ചക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതാണ്. ഇപ്പൊ വലിയ പാമ്പുകൾ കുറച്ചുകൂടി കൺട്രോൾഡ് ആയിരിക്കും അല്ലേ? വലിയ പാമ്പുകൾ എന്ന് വെച്ചാൽ അവരുടെ വിഷം ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയുള്ള, അതായത് നമ്മുടെ അവരുടെ വെനംഗ്ലാൻഡിന്റെ പുറകിൽ ഒരു കംപ്രസ് ഉണ്ട്. അത് വെച്ചാൽ എത്ര ഇഞ്ചക്ട് ചെയ്യണം, അതായത് ഇരയുടെ വലിപ്പം അനുസരിച്ച് അത് ഇഞ്ചക്ട് ചെയ്യും. അതിപ്പോൾ ഇരയല്ല, അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവർ ഇഞ്ചക്ട് ചെയ്യൂല. ഡ്രൈ ബൈറ്റുകളുടെ കേസ് വരാറുണ്ട്. അങ്ങനെ പാമ്പ് കടിച്ചാലും വിഷം കയറാത്ത കേസിന് ഡ്രൈ ബൈറ്റ് എന്ന് പറയാം. കുഞ്ഞു പാമ്പുകളുടെ കേസിൽ എന്ന് വെച്ചാൽ ഇവർക്ക് ആ ഒരു കൺട്രോൾ ഇല്ല. അവർ കടിക്കുന്ന സമയത്ത് എത്ര വിഷമുണ്ടോ അത് മുഴുവൻ കുത്തിക്കയറ്റും. ആളുകൾ വിചാരം കുഞ്ഞു പാമ്പുകൾക്ക് വിഷമില്ല, വിഷമുണ്ട്, അത് നമുക്ക് ഡേഞ്ചറാണ്. ഇപ്പോൾ ചില കേസുകളിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് രക്ഷപ്പെടുന്നത് കൃത്യമായ ചികിത്സ കിട്ടുന്നതുകൊണ്ടും, പിന്നെ ചില കേസിൽ കടി കിട്ടിയാലും ഈ ഡ്രൈ ബൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ശരിക്കും സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളാണ് ഇപ്പൊ എല്ലായിടത്തും കയറി വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കുഞ്ഞു പാമ്പായിരുന്നു വീടുകളുടെ അകത്ത് കയറി വരുന്നത്. നമ്മള് പേജിൽ തന്നെ മിക്കവാറും ഞാൻ ലൈവ് ഇടാറുണ്ട്. ലൈവ് ഇടുന്നതെന്ന് വെച്ചാൽ എങ്ങനെ വരുന്നു, വരാനുള്ള സാധ്യത എന്താണ്, അതിനുവേണ്ടിയാണ് പേജ്. ആളുകൾക്ക് പാമ്പുകളെ തിരിച്ചറിയാം, എങ്ങനെ വീടിന്റെ അകത്ത് വരും, എവിടെയൊക്കെ സൂക്ഷിക്കണം എന്നറിയാൻ വേണ്ടി തന്നെയാണ് ആ പേജ് വെച്ചേക്കുന്നത്. അതിലെല്ലാ ദിവസവും കിസ് ഉണ്ട്, ഡെയിലി കിസ് ഉണ്ട്. പാമ്പുകളെ തിരിച്ചറിയാൻ ഡെയിലി കിസ് ചെയ്യാറുണ്ട്. ഞാൻ എന്ത് യാത്രയിലോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ദിവസങ്ങളിലും മാത്രമാണ് ഉള്ളത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും കൂടുതൽ ആളുകളെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അണലിയും മലമ്പാമ്പും തമ്മിലുള്ള വ്യത്യാസം. ആളുകൾക്ക് മിക്കവാറും തെറ്റിപ്പോണ സാധനം ഇത് തന്നെയാണ്. ഇപ്പൊ കുറെ പേർക്ക് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടന്റെ വീഡിയോസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കാട്ടിക്കൂട്ടലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു അവയർനെസ് ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കണ്ട ഒരു പ്രത്യേകത. ചേട്ടൻ എങ്ങനെയാ ഈ ഒരു ഫീൽഡിലേക്ക് ശരിക്കും വന്നത്? എങ്ങനെയാ? അതൊരു സംഭവമാണ്, പറയുമ്പോ ചിരിക്കരുത്. ഇല്ല, എല്ലാരും ചൂസ് ചെയ്യുന്ന ഒരു മേഖല അല്ലല്ലോ. ഒരു പാമ്പടി കിട്ടിയതിൽ നിന്നാണ് ഇതിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ രസമാണ്. അടിപൊളി. അതായത് 2018 നമ്മുടെ വെള്ളപ്പൊക്കത്തിന് മുമ്പ് എന്റെ വീട്ടിൽ ഞാനും വീടിന്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ
അത് ക്ലീൻ ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു. ഉമ്മ അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ ഞാൻ അതിന്റെ തൊട്ടിപ്പുറത്തെ റൂമിലുണ്ട്, ഉമ്മ അപ്പുറം ക്ലീൻ ചെയ്യണം. ഒരു വിളി കേട്ട് ചെല്ലുന്ന നോക്കുമ്പോൾ ഒരു അണലിയുടെ കുഞ്ഞ് ഉമ്മയുടെ കാലിൽ കടിച്ചിട്ട് എഴിഞ്ഞു പോണതാണ്. ഹൈലി വെനമസാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന അണലിയാണ്. ഹീമോടോക്സിക് ആണ് വിഷം, നമ്മുടെ ഹാർട്ട് നിലക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ പാമ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കി പിന്നെ ഉമ്മേനെ കൊണ്ട് ബൈക്കിലിരുത്തി നമ്മുടെ ലൂർദ് ഹോസ്പിറ്റൽ 5 ദിവസം ICUലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാമ്പുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. 2012 മുതലൊരു പഠനം തുടങ്ങി. പാമ്പുകൾ തിരിച്ചറിയണം ആദ്യം പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയി. കാരണം ഇത്രയും പാമ്പുകൾ നമ്മളിവിടെ ഉണ്ടെന്നുള്ളതാണ്. എന്നാലും പെട്ടെന്ന് പിടിക്കാനൊക്കെ പേടിയുണ്ടാവും. അത് പറഞ്ഞുതരാം. അതിൽ ഒരു കാര്യം പറഞ്ഞുതരാം. 126+ പാമ്പുകൾ കേരളത്തിലുണ്ട്. അതിൽ 5 എണ്ണം മാത്രമേ നമുക്ക് വലിയ അപകടകരമായിട്ടുള്ളൂ, വിഷമുള്ളൂ. ബാക്കി ഭൂരിഭാഗം വിഷമില്ലാത്ത പാമ്പുകളാണ്. അതിനിങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ഇൻട്രസ്റ്റ് ആയി. കാരണം ഇത്രയും പാമ്പുകൾ നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ സർപ്പയുടെ ആപ്പ് ഉണ്ട്, അതിൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ലൈസൻസ് കിട്ടി. ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. പിന്നെ ഓരോരുത്തരുടെ കൂടെ പോയി ഒക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചതാണ്. പിന്നെ സർക്കസ്, നേരെ പറഞ്ഞ സർക്കസ് കാണിക്കാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സുരക്ഷയാണ്, അത് കഴിഞ്ഞ് കൂടെ നിൽക്കുന്നവരുടെ സുരക്ഷ, പിന്നെയാണ് തേർഡാണ് പാമ്പിന്റെ സുരക്ഷ. അവിടെ സർക്കസ് കാണിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കടി കിട്ടും. ഒരിക്കലും അതിന് നിൽക്കാതെ പാമ്പിനെ നമ്മൾ നോക്കുക. എത്രയും വേഗം പിടിക്കാൻ പറ്റുമോ ഏറ്റവും എളുപ്പം, പാമ്പിനെ തൊടാതെ ഏറ്റവും എളുപ്പമായ രീതിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സർക്കസ് കാണിക്കാൻ നിൽക്കുന്നവർക്കാണ് കൂടുതലും പ്രശ്നം വരുന്നത്. ഇപ്പോ പാമ്പുകൾ വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് പാനിക് ആവുമല്ലോ. പൊതുവെ എല്ലാവർക്കും പേടിയുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പൊ ഈ പാമ്പ് വരുമ്പോ ഈ പാനിക്കായിട്ട് ഓടാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ കടി കൊള്ളാനുള്ള ചാൻസുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെന്തൊക്കെ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരിക്കലും പാമ്പ് ഓടി വന്ന് കടിക്കില്ല. അതിന്റെ ദേഹത്ത് ചവിട്ടുകയോ അല്ലെങ്കിൽ അതിന് അത്രത്തോളം ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് അതിന് ത്രെട്ടായിട്ട് തോന്നിയാൽ മാത്രം കടിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇപ്പൊ ദൂരെ നിൽക്കുന്ന പാമ്പ് ഒരിക്കലും വന്ന് കടിക്കില്ല. ഒരു വീട്ടില് ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ മുണ്ടമ്പാലത്ത് തന്നെയാണ്. അവര് ഒരു ഇതേപോലെ തന്നെ ഇതേ വലിപ്പമുള്ള മൂർക്കൻ വീടിന്റെ അകത്ത് അടുക്കളയിൽ കയറി പറ്റി. പക്ഷെ 2 ദിവസമാണ് കിട്ടിയില്ല. അങ്ങനെ 2ാമത്തെ ദിവസമായി ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് പറ്റിയ, ഡോറിന്റെ അകത്തുനിന്ന് ഈ വലിപ്പമുള്ള മൂർക്കൻ. അവർ പറയണേ അതിനെ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ കുഞ്ഞ് നടുക്ക്, കൊച്ചു കുഞ്ഞാണ്, നടുക്ക് ഇങ്ങനെ ഹാളിലിരിക്കണം. പാമ്പ് വന്നിട്ട് അമ്മ ഓടി ആദ്യം ജനൽമ തൂങ്ങിന്നു. നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ആ കുഞ്ഞിനെ നോക്കണേ അവർ പേടിച്ചു. ഇങ്ങനത്തെ അവസരങ്ങൾ ജീവിതത്തിൽ വല്ലപ്പോഴും വരുള്ളൂ. എങ്കിലും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമ്മുടെ ബോധത്തിലുള്ള ആ ഒരു കാര്യം. വേറൊരു കേസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെയ്നർ റോഡ് മഞ്ഞുമലി, അത് ഇതേപോലെ തന്നെ വീണ്ടും വർക്ക് ഏരിയയിൽ എൻ്റെ ബാത്ത് ഡബിലിട്ട് കുഞ്ഞിനെ, ചെറിയ ഡബിലെ കുഞ്ഞിനെ, അതിനെ കുളിപ്പിക്കാൻ വേണ്ടി അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ മൂർക്കൻ, അത് വലിയ മൂർക്കനാണ്, 10 കടത്തി വന്നു. ഇവർ ഓടി ബാത്റൂമിൽ കയറി വാലടച്ചു. കുഞ്ഞില്ല. ഇപ്പോഴും അവർ ഇടയ്ക്കെനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അവർ കഴിഞ്ഞ ദിവസം പറയുകയാണെങ്കിൽ അന്ന് ആ കുഞ്ഞിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനെ തല്ലിക്കൊല്ലും. അത് ഓരോരുത്തർ അന്നേരം ഒരു തീരുമാനമാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാമ്പ് വരാനുള്ള സാധ്യതകൾ ഒഴിവാക്കാം. വീടിനോട് ചേർന്ന് ഫുഡ് വേസ്റ്റുകളൊക്കെ ഇടുമ്പോഴാണ് എലി വരും, എലിനെ പിടിക്കാൻ പാമ്പ് വരും. ഇന്നിപ്പോ അതിന്റെ അകത്ത് കയറിയത് അതിന്റെ ഇര തേടി വന്നതാണ്. അത് ഒഴിവാക്കാം. വീടിന്റെ അകത്ത് പാമ്പിനെ കണ്ടാൽ നിങ്ങൾക്ക് സർപ്പയുടെ വോളണ്ടിയേഴ്സിനെ വിളിക്കാം. വെളുത്തുള്ളി മണ്ണെണ്ണ അത് ചതച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.